നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ഊഡ്ഗുരു നൂനിക്കലിൻ്റെ വി ആർ ഗോയിങ് എന്നുള്ള പോവമാണ്. ഊഡ്ഗുരു നൂനിക്കലിന് ഫോർമർലി അവരുടെ പേരെന്ന് പറയുന്നത് കാത്ത് വോക്കർ എന്നാണ്. ഫസ്റ്റ് അബോറിജിനൽ ഓസ്ട്രേലിയൻ ആണ്. അബോറിജിനൽ ഓസ്ട്രേലിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലുള്ള നമ്മുടെ ട്രൈബൽ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അവരുടെ ഫസ്റ്റ് ഇൻഹാബിറ്റൻസ് ഉണ്ടല്ലോ, അവരെയാണ് അബോറിജിനൽസ് എന്ന് വിളിക്കുന്നത്. ആ അബോറിജിനൽസിൽ നിന്ന് വന്ന ഒരു റെപ്രസെൻറ്റേറ്റീവാണ് നമ്മുടെ ഊഡ്ഗുരു നൂനിക്കൽ എന്ന് പറയുന്നത്. അവരാണ് അവരുടെ ഒരു, അതായത് ഈ ഒരു ഊഡ്ഗുരു നൂനിക്കലാണ് പിന്നെന്താണ് ഫസ്റ്റ് അബോറിജിനൽ ഓസ്ട്രേലിയൻ ടു പബ്ലിഷ് എ ബുക്ക് ഓഫ് പോം. ഈ വളരെ അബോറിജിനൽസിൻ്റെ തന്നെ പവർഫുൾ എക്സ്പീരിയൻസ്, അവരുടെ ലൈഫ് എങ്ങനെയാണ്, അവരുടെ ലാൻഡ് എങ്ങനെ നഷ്ടപ്പെട്ടു, കൊളോണിയലിസം വന്നതോടുകൂടി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ അവരൊക്കെ ആ ലാൻഡ് എടുത്തതിന് ശേഷം ഇവരെന്തൊക്കെ കാര്യങ്ങളാണ് ഫേസ് ചെയ്യേണ്ടി വന്നത്, അതിനെക്കുറിച്ചൊക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞു പോയേക്കുകയാണ് ഈ ഒരു പോയത്തിനകത്ത്. ഫ്രീ വേഴ്സിലാണ് എഴുതി പോയേക്കുന്നത്. നമുക്ക് നോക്കാം. ലൈൻസ് 1 to 2 ഒരു ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത് ഞാൻ. അപ്പോൾ ഇവിടെ ദേ കെയിം ഇൻ ടു ദ ലിറ്റിൽ ടൗൺ എ സെമി നേക്കഡ് ബാൻഡ് സബ്ഡ്യൂഡ് ആൻഡ് സൈലന്റ്. ദേ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അബോറിജിനൽ പീപ്പിളിനെയാണ്, അതായത് ഓസ്ട്രേലിയയിലുള്ള നമ്മുടെ ട്രൈബൽ പീപ്പിൾ, അങ്ങനെ കണ്ടാൽ മതി. സോ അവരെന്ന് പറയുന്നത് ദേ ക്വയറ്റ്, ടൗണിലോട്ട് അവരെങ്ങനെയാണ് എൻ്റർ ചെയ്ത് വളരെ ക്വയറ്റായിട്ട് എൻ്റർ ചെയ്യുവാണ്. അവർക്ക് അതായത് പിന്നെ സെമി നേക്കഡായിട്ട്, അതായത് അവർ വളരെ പ്രിമിറ്റീവായിട്ട് ഒരു സ്ഥലത്തോട്ട് ഇങ്ങനെ എൻ്റർ ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവം, കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ കോളനി ആക്കിയ സമയത്ത് ഇവരെല്ലാം അടിച്ചോടിച്ചു, ഇവരുടെ ലാൻഡെല്ലാം നശിപ്പിച്ചു. ഇവർ ഈ ലാൻഡിനെ പിന്നെയും ഇവരുടെ ആ ഒരു നേറ്റീവ് പ്ലേസിനെ ഒന്നുകൂടി ഇവരൊന്ന് കാണാൻ വേണ്ടി തിരികെ വരുവാണ്. അപ്പോൾ ഈ ലാൻഡിൻ്റെ ശോചനീയമായ അവസ്ഥ, ഇവരുടെ ഈ കൾച്ചർ നഷ്ടപ്പെട്ട വേദന, അതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് കാണാൻ പോകുന്നത്. അപ്പോൾ അവർ വളരെ പതുക്കെ ഈ ടൗണിലോട്ട് കയറി വരുവാണ്. സെമി നേക്കഡായിട്ട് വളരെ സൈലൻ്റ് ആയിട്ട് കയറി വരുവാണ്. 3 to 4 ലൈൻസ് നോക്കിക്കോളൂ. ഇവരുടെ ട്രൈബിൻ്റെ കുറച്ച് റിമൈനിങ്സ് മാത്രമേ ഇപ്പോൾ ആ സ്ഥലത്തുള്ളൂ. അതായത് ആ കമ്മ്യൂണിറ്റിയെ നല്ല രീതിയിൽ ഡിസ്ട്രോയ് ചെയ്തിരിക്കുകയാണ് ആരെന്ന് പറയുന്ന ഈ കൊളോണിയൽ പീപ്പിൾ, അതായത് ബ്രിട്ടീഷുകാർ. അവരുടെ ഒരു ബോറ ഗ്രൗണ്ട് എന്നുള്ളൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, അവർക്കൊരു ചെറിയൊരു സ്ഥലം ഉണ്ടായിരുന്നു. അത് വളരെ സേക്രഡായിട്ട് അവർ സെറിമണീസ് ഒക്കെ നടത്താൻ വേണ്ടി, റിച്വൽസ് ഒക്കെ നടത്താൻ വേണ്ടി മാത്രം യൂസ് ചെയ്തിരുന്നൊരു ഗ്രൗണ്ടായിരുന്നു ബോറ ഗ്രൗണ്ട്. ആ ഗ്രൗണ്ട് ഇവർ നോക്കിയപ്പോൾ അവനകത്ത് ഫുൾ വേസ്റ്റ് ഇട്ട് വെച്ചേക്കുവാണ്. ഇവർ ഈ സ്ഥലത്തോട്ട് ഇപ്പോൾ റിട്ടേൺ ചെയ്യുന്നത് സ്ട്രേഞ്ചേഴ്സിനെ പോലെയാണ്. കാരണം അവർക്ക് മനസ്സിലാവുന്നില്ല ഇവരുടെ ലാൻഡിനെ എങ്ങനെയൊക്കെയാണ് നശിപ്പിച്ചിട്ടേക്കുന്നതെന്ന്. അവർ ഫൈൻഡ് ഔട്ട് ചെയ്തത് ഈ ബോറ ഗ്രൗണ്ടാണ് ഫസ്റ്റ് അവർ കാണുന്നത്. ഈ ബോറ ഗ്രൗണ്ട് എന്ന് പറയുന്നത് വൺസ് ഇറ്റ് വാസ് എ വെരി എന്താ പറയുക ഡിവൈൻ പ്ലേസ്, അല്ലെങ്കിൽ വളരെ സ്പിരിച്വൽ ആൻഡ് സേക്രഡ് പ്ലേസ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നൊരു സ്ഥലമായിരുന്നു. ബട്ട് നൗ ഇറ്റ് ഈസ് ബീങ് റെഡ്യൂസ് ടു ആഷസ്, അല്ലെങ്കിൽ എന്തോ പറയുന്ന ഒരു കൈൻഡ് ഓഫ് വേസ്റ്റ് ലാൻഡ് ആയിട്ട് അതിനെ ബ്രിട്ടീഷുകാർ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. വളരെ സ്പിരിച്വൽ പവറുള്ളൊരു ലാൻഡായിരുന്നു ഈ ബോറ ഗ്രൗണ്ട്. ലൈൻസ് 5 to 6 നോക്കൂ. വൈറ്റ് സെറ്റിലേഴ്സാണ് ഇപ്പോൾ അവിടെ ലാർജ് നമ്പേഴ്സായിട്ട് ഇൻഹാബിറ്റ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിൽ. ഈ വൈറ്റ് സെറ്റിലേഴ്സിനെ ഉറുമ്പുകളായിട്ടാണ് ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അവിടെ ആളുകൾ ബിസിയാണ്, ഈ വൈറ്റ് പീപ്പിൾ വളരെ ബിസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, അവർ ഇൻവേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലങ്ങളും. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ആര് നിൽക്കുവാണ്, ഈ ഇവിടെ ഉണ്ടായിരുന്ന പണ്ടത്തെ ആളുകൾ തിരിച്ച് റിട്ടേൺ ചെയ്ത് ഇങ്ങനെ നോക്കുവാണ് ഇവരുടെ സ്ഥലങ്ങളൊക്കെ. ഈ സേക്രഡ് സൈറ്റ് ഇപ്പോൾ ഗാർബേജ് ഡംപിങ് ഏരിയ ആയിട്ട് മാറിയിരിക്കുന്നത്. അതായത് അവരുടെ ആ സ്ഥലത്തിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ വൈറ്റ് സെറ്റിലേഴ്സ് അവിടെ താമസിക്കുന്നത്. ഇനി എന്താണ് പറഞ്ഞേക്കുന്നത്, ഈ ഓൾഡ് ബോറ റിങ്ങിനെ കുറിച്ച്, അതായത് ആ ഗ്രൗണ്ടിനെ കുറിച്ച് തന്നെയാണ് പിന്നെയും പറയുന്നത്. അവിടെ ഒരു റിങ് ഉണ്ടായിരുന്നു, ഒരു വലിയൊരു റിങ് പോലൊരു സ്ഥലം ഉണ്ടായിരുന്നു. ആ റിങ് ഒക്കെ ഇറേസ്ഡ് ആയി പോയി. ഇപ്പോൾ അവർക്ക് ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഔട്ട്സൈഡേഴ്സിനെ പോലെയാണ് തോന്നുന്നത്. ട്രൂ സ്ട്രേഞ്ചേഴ്സ് ആണ്. ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഇവിടുത്തെ സ്ട്രേഞ്ചേഴ്സ് ആയി മാറേണ്ടത്? കോളനൈസ് ചെയ്യാൻ വന്ന ആളുകളാണ് സ്ട്രേഞ്ചേഴ്സ്. പക്ഷേ ഇവർക്കാണ് ഇപ്പോൾ അവരുടെ നേറ്റീവ് സ്ഥലം കണ്ടിട്ട് സ്ട്രേഞ്ച് ഫീലിംഗ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചറെ പോലെ തോന്നുന്നത്. അതായത് അവർ താമസിച്ചിരുന്ന സമയത്തെ പോലെ അല്ല, ഇവരിപ്പോൾ ബ്രിട്ടീഷുകാർ നശിപ്പിച്ച് വെച്ചേക്കാണ് ഈ ഒരു സ്ഥലത്തിനെ. അപ്പോൾ ആ ഒരു റൈറ്റ്ഫുൾ ബിലോങ്ങിങ് ആർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ പണ്ടത്തെ ആളുകൾക്കാണ്. പക്ഷെ അവർ തിരിച്ചു വന്ന് ഈ സ്ഥലം നോക്കിയപ്പോൾ അവരാകെ തകർന്നു പോയി. ഇനി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞാൽ ലാൻഡുമായിട്ട് മാത്രമല്ല കണക്റ്റഡ് ആവുന്നത്, അവരുടേതാണ് ഈ ലാൻഡ്, അവരുടേതാണ് ഈ കസ്റ്റംസ്, അവരുടെ ലോ, അവരുടെ ട്രഡീഷൻ, ഇതെല്ലാം നശിച്ചു പോയേക്കുവാണ്. അപ്പം ഇവരുടെ ആ ഒരു സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ ഓണർഷിപ്പിൻ്റെ ഡിക്ലറേഷനാണ് അവരിവിടെ ചെയ്യുന്നത്. അതായത് ഞങ്ങൾ ഈ ലാൻഡുമായിട്ട് മാത്രമല്ല, ഞങ്ങളുടെ ഗ്രൗണ്ട്, ഞങ്ങളുടെ സെറിമണീസ്, ഞങ്ങളുടെ എൽഡേഴ്സ് കൊണ്ടുവന്ന നിയമങ്ങൾ, ലോസ്, LAWS ലോസ്, ഞങ്ങളുടെ ഓൾഡ് വേ ഓഫ് ലിവിങ്, അതെല്ലാം പോയി. കാരണം ഞങ്ങൾ ഇവിടെയാണ് ബിലോങ് ചെയ്യുന്നത്, പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ഒന്നും ഇല്ല എന്ന് പറയുവാണ്. പിന്നീട് ലൈൻസ് 12 to 14, അതായത് ലൈൻസ് 12, 13, 14 പറയുന്നത് ഈ ഇവരുടെ സ്പിരിച്വാലിറ്റിയെ കുറിച്ചാണ്. ഇവരുടെ സ്റ്റോറീസ്, ഇവരുടെ ഓറൽ ട്രഡീഷൻ, അവരുടെ ലൈഫ് സ്റ്റൈൽ, ഇതെല്ലാം നേച്ചറുമായിട്ട് കണക്റ്റഡ് ആയിട്ടായിരുന്നു, നേച്ചറുമായിട്ടുള്ള ഹാർമണിയിലായിരുന്നു ഇവർ ജീവിച്ചിരുന്നത്. ആ നാച്ചുറൽ എലിമെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ പോയി. ആ നാച്ചുറൽ എലിമെൻറ്റിനെ ലൈറ്റ്നിങ് ബോൾട്ട്, അതായത് മിന്നൽ പോലെയാണ് കൺസിഡർ ചെയ്തിരുന്നത്. ആ പവറും പ്രസൻസും ഒന്നും ഇപ്പം വലുതായിട്ട് കാണുന്നില്ലെങ്കിലും എന്നാലും അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുവാണ്. ഓക്കെ.
ഇനി ലൈൻസ് 15 to 17 ആണ്. കുറേ ഇമേജസ് പറയുവാണ്, ലൈറ്റ്നിങ്ങിനെ കുറിച്ച്, തണ്ടറിനെ കുറിച്ച്, ഡേ ബ്രേക്കിനെ കുറിച്ച്, പിന്നെ ലഗൂൺ, അതിനൊക്കെ എന്ന് വെച്ചാൽ പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളെ കുറിച്ച്, പിന്നെ എന്താണ് അബോറിജിനൽ സ്പിരിറ്റിന്റെ ഡുവാലിറ്റി, അവരുടെ ആ ഒരു ഡബിൾ നേച്ചറിനെ കുറിച്ച് പറയുകയാണ്. അവർ ബോത്ത് ഫിയേഴ്സ് ആണ്, എന്നാൽ അവർ ജെന്റിലും കൂടിയാണ്. ലൈൻസ് 18 to 20. നൗ ഇപ്പോൾ അവരെന്താണ്, ഗോസ്റ്റ് ലൈക്കാണ്. അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റി മൊത്തത്തിൽ ഇറേസ്ഡ് ആയി ഡിസപ്പിയർ ആയതുപോലെയാണ്. പക്ഷെ എന്നാലും ആ സ്പിരിച്വാലിറ്റി അവിടെ ഇപ്പോഴും ഉണ്ട്. ഓൾഡ് വേസ് എന്ന് പറയുന്ന അവരുടെ ആ ഓൾഡ് വേ ഓഫ് ലിവിങ്ങും അതെല്ലാം ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കുവാണ്. അല്ലെങ്കിൽ ഫോഴ്സിബിളി ഈ വൈറ്റ് സെറ്റിലേഴ്സ് അതിനെ റിമൂവ് ചെയ്ത് നശിപ്പിച്ച് കളയുവാണ്. എന്നാലും ആ എസൻസ് ഇപ്പോഴും ആ ലാൻഡിൽ സർവൈവ് ചെയ്യുന്നു എന്നാണ് ഇവർ പറയുന്നത്. ലൈൻസ് 21 to 22 എന്താണ്, ബ്ലണ്ടായിട്ട്, അതായത് ബോൾഡായിട്ട് അക്യൂസ് ചെയ്യുവാണ് വൈറ്റ് സെറ്റിലേഴ്സിനെ. നിങ്ങളാണ് ഞങ്ങളുടെ ലാൻഡും കൾച്ചറും ട്രഡീഷനും എല്ലാം സ്റ്റീൽ ചെയ്ത് നശിപ്പിച്ചത്. ഈ ലാൻഡ് ഞങ്ങൾക്കായിരുന്നു, ഞങ്ങളുടേതായിരുന്നു എറ്റേണലി ആൻഡ് സ്പിരിച്വലി. ഇനി എന്താണ്, ഞങ്ങളാണ് ഈ ലാൻഡിന്റെ കസ്റ്റോഡിയൻസ്, അല്ലെങ്കിൽ ഈ ലാൻഡ് ഞങ്ങളുടെയാണ്. നിങ്ങൾ ന്യൂ കമേഴ്സ് ആണ്, നിങ്ങൾ ഇൻവേഡ് ചെയ്തവരാണ്, നിങ്ങളല്ല ഈ കസ്റ്റോഡിയൻ. ഞങ്ങളാണ് ശരിക്കും പറഞ്ഞ ഈ ലാൻഡിന്റെ കസ്റ്റോഡിയൻസ് എന്ന് പറയുവാണ്. ആൻഡ് വി ആർ ദി ഓൾഡ് ഫോക്ക്, ഞങ്ങളുടേതാണ് ഈ ലാൻഡ്. ഞങ്ങളും നേച്ചറും തമ്മിൽ ഇൻസെപ്പറബിൾ ആണ്. ഞങ്ങളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് തന്നെ നേച്ചറുമായിട്ട് കണക്റ്റഡ് ആണ്. ഞങ്ങളാണ് ഇവിടുത്തെ ബുഷ്, ഞങ്ങളാണ് ഇവിടുത്തെ ഫിഷ്, ഞങ്ങളാണ് ഇവിടുത്തെ കാങ്കറൂസ്, ഞങ്ങളാണ് സീ, ഞങ്ങളാണ് കരയുന്ന ബേർഡ്സ് എന്ന് വെച്ചാൽ ആ നേച്ചറുമായിട്ടുള്ള ആ ഒരു യൂണിയനെ കുറിച്ചാണ് അവർ പറയുന്നത്. പിന്നെ ഫൈനൽ ലൈൻ വളരെ ഹാർട്ട് ബ്രേക്കിംഗ് ആണ്, വളരെ അംബീഗസ് ആണ്, കുറച്ച് കൺഫ്യൂസിങ്, അല്ലെങ്കിൽ ഒരു ഇച്ചിരി ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട്. അതായത് വി ആർ ദ സ്പിരിറ്റ് ഓഫ് ദ ഡ്രീമിങ്, ദ വോയിസ് ഓഫ് ദ ലാൻഡ്, ദ സോൾ ഓഫ് ദി എർത്ത്, വി ആർ ഗോയിങ്. അതായത് ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾ ഡിസപ്പിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഈ സ്ഥലം എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. അതൊരു വാർണിംഗ് പോലെയും ഒരു സങ്കടം പോലെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതായത് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ ലാൻഡിന്റെ സോൾ തന്നെയാണ് പോകുന്നത്, ആത്മാവ് തന്നെയാണ് നഷ്ടപ്പെടുന്നത്. വി ആർ ഗോയിങ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പോയം എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോയത്തിന്റെ തീംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസ് ഓഫ് ലാൻഡ്, കൾച്ചർ ആൻഡ് ബിലോങ്ങിങ് ബിക്കോസ് ഓഫ് കോളനൈസേഷൻ. പിന്നെ വൈറ്റ് സെറ്റിലേഴ്സിനെ നല്ല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അവരുടെ സേക്രഡ് സ്പേസും അവരുടെ ലാൻഡും അവരുടെ ട്രഡീഷനും എല്ലാം ഈ ആളുകൾ നശിപ്പിച്ചു. അതുപോലെ തന്നെ ഈ ഇവരുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് തന്നെ ഇവരുടെ നേച്ചറുമായിട്ട് കണക്റ്റഡ് ആണ്. അതൊന്നും ഇപ്പോൾ ഇല്ല എന്നാണ് പറയുന്നത്. പോയം എന്ന് പറയുന്നത് എന്താണ്, ഇവരുടെ ഐഡന്റിറ്റി തിരികെ കൊണ്ടുവരാനാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ തിരികെ വന്നത്. പക്ഷെ അവരുടെ അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് അവർ തിരിച്ചു പോകുന്നത് പോലെയാണ് പറഞ്ഞു പോയേക്കുന്നത്. പിന്നെന്താണ്, മാർജിനലൈസ്ഡ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് ഈ ട്രൈബൽസ്, അല്ലെങ്കിൽ ഇവിടുത്തെ അബോറിജിനൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ അവരെ ഒരു മൂലയിലോട്ട് മാറ്റി നിർത്തിയേക്കുന്ന ആരാണ്, വൈറ്റ് സെറ്റിലേഴ്സ് ആണ്. സോ അതിൻ്റെ വേദനയും നമുക്ക് ഈ ഒരു പോയത്തിനകത്ത് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ഡോക്ടർ അയ്യപ്പ പണിക്കരുടെ ഐ കാൺട്ട് ഹെൽപ്പ് ബ്ലോസമിങ് എന്നുള്ള പോമാണ് നമ്മൾ നോക്കുന്നത്. ഈ പോം എന്ന് പറയുന്നത് ഒരു മോണോലോഗ് പോലെയാണ് എഴുതിയിരിക്കുന്നത്. അതായത് പൂക്കാതിരിക്കാനാവില്ല എനിക്ക് എന്നുള്ള മലയാളം പോയതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് ഐ കാൺട്ട് ഹെൽപ്പ് ബ്ലോസമിങ്. ഡോക്ടർ അയ്യപ്പ പണിക്കർ ഒരു ഇൻഫ്ലുവൻഷ്യൽ മലയാളം പോയിട്ടാണ്. ആൻഡ് പിന്നെന്താണ്, അദ്ദേഹത്തിൻ്റെ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ കണിക്കൊന്നയുണ്ടല്ലോ, ഗോൾഡൻ കാഷ്യ, അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതായത് വിഷു സീസണിൽ മാത്രം ബ്ലോസം ചെയ്യുന്നൊരു പൂവാണ് കണിക്കൊന്ന, അല്ലെങ്കിൽ ഗോൾഡൻ കാഷ്യ എന്ന് പറയുന്നത്. CASSIA ആണ് കേട്ടോ ഗോൾഡൻ കാഷ്യയുടെ സ്പെല്ലിങ്. സോ ആ ഒരു പൂവിൻ്റെ കുറേ കാര്യങ്ങളും അങ്ങനത്തുള്ള ലൈഫുമായിട്ട് അതങ്ങനെ കണക്റ്റഡ് ആവുന്നു. ആ കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് തീമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു പോയത്തിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനാണ് ഞാൻ പറയുന്നത്. ഐ കാൺ ഹെൽപ്പ് ബ്ലോസമിങ് എന്നാണ് പറയുന്നത്. അപ്പം സ്പീക്കർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലവറിനെ പോലെ ഇങ്ങനെ കമ്പയർ ചെയ്യുവാണ്. അതായത് ഈ ഫ്ലവർ ഇവിടെ ആരാണ്, ഗോൾഡൻ കാഷ്യ, എനിക്ക് പൂക്കാതിരിക്കാൻ ആവില്ല എന്ന് ഫ്ലവർ പറയുവാണ്. എന്ന് വെച്ചാൽ ആ പൂക്കുന്നത് എന്നുള്ളത് ഫ്ലവറിൻ്റെ എന്താണ്, അതിൻ്റെ ലൈഫിൽ തന്നെ എയിമാണ് പൂക്കുക എന്നുള്ളത്. അപ്പോൾ ആ അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. അതുകൊണ്ട് എനിക്ക് അതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ബ്ലോസം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ എയിം എന്ന് തന്നെ പറയുന്നത്. ആൻഡ് ഐ കാൺ ഹെൽപ്പ്, അതായത് ഇറ്റ് ഈസ് ബിയോണ്ട് മൈ കൺട്രോൾ. അതായത് എനിക്ക് ചിലപ്പോൾ പൂക്കണം എന്ന് കാണത്തില്ലായിരിക്കും, പക്ഷേ എനിക്ക് പൂക്കാതിരിക്കാൻ ആവത്തില്ല. ബിക്കോസ് എന്താണ്, അത് നാച്ചുറൽ ആയിട്ടൊരു പ്രോസസ്സാണ് എന്ന് പറയുവാണ്. ഈവൻ വെൻ തോൺസ് സ്റ്റെയർ മീ, ഈവൻ വെൻ ഫീറ്റ് ട്രാമ്പിൾ മീ. അതായത് ലൈഫ് എന്താണ് എനിക്ക് പെയിനും ഹാർഡ്ഷിപ്പും ഒക്കെ കൊണ്ടുവരുന്നത്. തോൺസ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ഡിഫിക്കൽട്ടീസ് ആണ്. ഈവൻ വെൻ എന്താണ്, ഞാൻ വേദനിച്ചിരുന്നാലും, ഞാൻ വൂണ്ടഡ് ആയിട്ടിരുന്നാലും എന്താണ്, ഞാൻ ബ്ലോസം ചെയ്യുക തന്നെ ചെയ്യും. അതായത് ഞാൻ പേഴ്സണലി ഗ്രോ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ എന്തായാലും പൂക്കും എന്ന് വെച്ചാൽ മീനിങ് എന്താണ്, ഞാൻ എന്തായാലും ലൈഫിൽ മുന്നോട്ട് തന്നെ പോകും എന്നുള്ള രീതിയിൽ ഡിറ്റർമൈൻഡ് ആയിട്ട് പറയുവാണ്, എന്തൊക്കെ സഫറിങ്സ് ഉണ്ടെങ്കിലും.
ഇനി ആളുകൾ എന്താണ്, ഈവൻ വെൻ ഫീറ്റ് ട്രാമ്പിൾ മീ, എന്നെ കാലിലിട്ട് ചവിട്ടി അരച്ചാലും, അതായത് ആളുകൾ എന്നെ ഡിസ്ട്രോയ് ചെയ്താലും ഞാൻ എന്ത് ചെയ്യും, സൊസൈറ്റിയോ ആളുകളോ ഒക്കെ എന്നെ ഡിസ്ട്രോയ് ചെയ്താലും ഞാൻ എന്ത് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്, ഞാൻ എന്തായാലും ബ്ലോസം ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഞാൻ റെസിസ്റ്റ് ചെയ്ത് സപ്രഷനെതിരെ എല്ലാം റെസിസ്റ്റ് ചെയ്ത് ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈവൻ വെൻ ക്രൂവൽ ഹാൻഡ്സ് പ്ലക്ക് മീ, ഈവൻ വെൻ യു ഡ്രാഗ് മീ അലോങ് ദ ഗ്രൗണ്ട്, ഐ കാൺ ഹെൽപ്പ് ബ്ലോസമിങ്. അതായത് എന്നെ ഇനി ക്രൂരമായ കൈകൾ കൊണ്ട് എന്താണ് പ്ലക്ക് ചെയ്താലും, അതായത് എന്നെ ഡിസ്ട്രോയ് ചെയ്താലും, എന്നെ സൈലന്റ് ആക്കാൻ നോക്കിയാലും ഞാൻ എന്ത് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്, ബ്ലോസം ചെയ്തുകൊണ്ടിരിക്കും. അതായത് എന്നെ ഗ്രൗണ്ടിലൂടെ വലിച്ചഴച്ചാലും ഞാൻ എന്ത് ചെയ്യും, അതായത് ഡ്രാഗ് ചെയ്യാന്ന് വെച്ചാൽ നാണം കെടുത്തിയാലും ഹ്യൂമിലിയേറ്റ് ചെയ്താലും അബ്യൂസ് ചെയ്താലും എല്ലാം ഞാൻ എൻ്റെ ഐഡന്റിറ്റി കീപ്പപ്പ് ചെയ്യും, ഞാൻ എന്ത് ചെയ്യും, ബ്ലോസം ചെയ്തുകൊണ്ടിരിക്കും. ഐ കാൺട്ട് ഹെൽപ്പ് ബ്ലോസമിങ് എന്നുള്ള ഈ ലൈൻ ഈ ഒരു പോയത്തിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം എന്ത് പറയും, ഈ ഒരു റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഇങ്ങനെയുള്ള ലൈൻസിനെ നമ്മൾ റിഫ്രെയിൻ എന്നാണ് പറയുന്നത്. REFRAIN. ഓക്കെ, എന്തൊക്കെ സംഭവിച്ചാലും, വയലൻസ് ഉണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്താലും സപ്രസ് ചെയ്താലും ചവിട്ടി അരച്ചാലും ഞാൻ എന്ത് ചെയ്യും, ബ്ലോസം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ പൂവ് അല്ലെങ്കിൽ നമ്മുടെ സ്പീക്കർ പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ എന്താണ് പോയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ എന്തൊക്കെയോ ഒരുപാട് സഫറിങ്സ് ഒക്കെ ഉണ്ടാവുമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ലൈഫിലെ ഗോൾ നമ്മൾ അച്ചീവ് ചെയ്യണം. അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം, ഫുൾഫിൽ ചെയ്യണം. എന്നാൽ അതായത് ഈ ഗോൾഡൻ ക്യാഷ് എന്തൊക്കെ ഉണ്ടായാലും വിഷുവിൻ്റെ സീസണിൽ ബ്ലോസം ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മളും നമ്മുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മൾ ആ ഗോൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ആ റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ എന്തായാലും ഫൈറ്റ് ചെയ്തേ പറ്റൂ. അതായത് ഗോൾഡൻ ക്യാഷിയുടെ ഒരേ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വിഷു സീസണിൽ അതിനെ പൂക്കുക എന്നുള്ളത് മാത്രമാണ്. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളും എന്ന് പറയുന്നത്. വിഷു ആകുമ്പോൾ കറക്റ്റ് അത് എന്ത് ചെയ്യും, പൂക്കും. അപ്പോൾ ഈ ഗോൾഡൻ ക്യാഷിയോടെ ഡ്യൂട്ടി എന്താണ്, റൈറ്റ് ടൈമിൽ അത് ഡിമാൻഡ് ചെയ്യുന്ന റൈറ്റ് ടൈമിൽ അത് അവിടെ പൂത്തിരിക്കണം അല്ലേ. നമ്മളും അതുപോലെ തന്നെ നമ്മുടെ ഡ്യൂട്ടീസ് എന്ത് ചെയ്യണം, പെർഫോം ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ക്യാഷ് ട്രീയുടെ പെയിൻ, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പെയിൻ ഉണ്ടായാലും എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്, നമ്മൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടി ഫൈറ്റ് ചെയ്ത് നമ്മൾ ആ സഫറിങ്സ് എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്, നമ്മൾ നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്തിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് തന്നെ കുറച്ച് നൊസ്റ്റാൾജിയുടെ കാര്യങ്ങളൊക്കെ ഈ ഗോൾഡൻ ക്യാഷ് കാണിക്കുന്നതെന്ന് പറയുമ്പോൾ വിഷുവായിട്ട് കണക്റ്റഡ് ആണല്ലോ. സോ അതിനകത്ത് ഇതിനെക്കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ യെല്ലോ സിമ്പിൾ എന്ന് പറയുന്നതിനകത്ത് ഹോപ്പ് ആൻഡ് ഗുഡ് ലക്കിനെയാണ് കാണിക്കുന്നത്. ക്യാഷ്യ ട്രീ ഹാപ്പിയാണ്, കാരണം അതിൻ്റെ ഡ്യൂട്ടി ഫുൾഫിൽ ചെയ്യുമ്പോൾ അത് നല്ല ബ്രൈറ്റ് യെല്ലോ കളറായിട്ട് മാറും അല്ലേ. അപ്പോൾ ആ ഒരു യെല്ലോ കളർ തന്നെ എന്തിനെയാണ് കാണിക്കുന്നത്, ഹോപ്പ് ആൻഡ് ഗുഡ് ലക്കിനെയാണ് കാണിക്കുന്നത്. പിന്നെ ഈ പോയത്തിലുടനീളം ഹോപ്പ് എന്നുള്ളൊരു തീമാണ് പറഞ്ഞു പോയേക്കുന്നത്. അതായത് ഈ ഗോൾഡൻ ക്യാഷ് അതിൻ്റെ ഐഡന്റിറ്റി ഇങ്ങനെ അസേർട്ട് ചെയ്ത് പൂത്തോണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അത് എന്താണ്, വളരെ നാച്ചുറലായിട്ട് യെല്ലോ കളറിൽ ഇങ്ങനെ വളരെ ബ്രൈറ്റ് ആയിട്ടാണ് അത് പൂത്തിരിക്കുന്നത് അല്ലേ. സോ എങ്ങനെയാ, അപ്പം അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതായത് പൂക്കാതിരിക്കാൻ ആവില്ല എനിക്ക്, അങ്ങനെയാണ് ഇതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ, ഐ കാൺ ഹെൽപ്പ് ബ്ലോസമിങ്. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളും എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ പോയിറ്റും പറയുന്നത്. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ന് പറയുമ്പോൾ യെല്ലോ ഗാർബ് ഇട്ടാണ് ഗോൾഡൻ ക്യാഷ്യ ബ്ലോസം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് യെല്ലോ ഗാർബ് എന്ന് വെച്ചാൽ യെല്ലോ ഡ്രസ്സ് ഇട്ട്, അത് ഇവിടെ എന്താണ്, യെല്ലോ കളറിലാണല്ലോ ഗോൾഡൻ ക്യാഷ്യയുടെ കളർ എന്ന് പറയുന്നത് യെല്ലോ കളറാണ്. സോ വളരെ ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടും ഗുഡ് ലക്ക് കാണിക്കാനും വേണ്ടിയാണ് ക്യാഷ്യ എന്ത് ചെയ്യുന്നത്, യെല്ലോ ഗാർബ് ഇട്ട് നിൽക്കുന്നത്. അതായത് എന്തിനാണ് ബ്ലോസം ചെയ്യുന്നതെന്ന് ചോദിക്കുവാണ്, വിഷു സീസണിന്റെ അറൈവലിനെ കാണിക്കാനാണ്. തീം ഓഫ് ദ പോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വിഷുവിന്റെ സമയത്ത് അത് പൂക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഡ്യൂട്ടി. അതുപോലെ തന്നെയാണ് നമ്മളെയും, ഇമ്പോർട്ടൻസ് ഓഫ് അക്കംപ്ലിഷിംഗ് വൺസ് ഓൺ ഡ്യൂട്ടി ഇൻ ദിസ് വേൾഡ്, അതാണ് ഇതിനകത്തെ തീം എന്ന് പറയുന്നത്. പിന്നെ ഐ കാൺ ഹെൽപ്പ് ബ്ലോസമിങ് എന്നുള്ളതും ആം ഐ നോട്ട് ദി ഗോൾഡൻ ക്യാഷ്യ എന്നുള്ളതും ഒക്കെ ഈ പോയത്തിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ലൈനാണ് കേട്ടോ, റിഫ്രെയിൻ ആണ്. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഗോൾഡൻ ക്യാഷ് എന്താണ്, കണിക്കൊന്നയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ വിഷു സീസണിനെ കാണിക്കാനാണ് കണിക്കൊന്ന അല്ലേ. ആ സമയത്ത് ബ്ലോസം ചെയ്യുന്നതാണ്, ഒരു യെല്ലോ കളറിലാണ് ഇത് ബ്ലോസം ചെയ്യുന്നത്. യെല്ലോ എന്ന് പറയുന്നത് ഹാപ്പിനെസിനെയും പ്രോസ്പെരിറ്റിയും കാണിക്കുന്നു. ക്യാഷ്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കണിക്കൊന്ന എന്ന് പറയുന്നത് എന്താണ്, വിഷുക്കണിയുടെ സമയത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പം ഗുഡ് ലക്ക് ബ്രിങ് ചെയ്യും എന്നുള്ളതാണ് വിഷുവിന്റെ ആ സമയത്ത് നമ്മൾ കണി കാണുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഗോൾഡൻ ക്യാഷ്യ എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് പോയിന്റ്സ് എന്ന് പറയുന്നത്.